ആദ്യം തന്നെ നമുക്ക് ഈ 2 ബോർഡറും കൂടെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് താഴ്വശത്ത് വെച്ച് കൊടുക്കാം ട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു തുണീനെ നമുക്കിങ്ങനെ മടക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ മടക്കിയത് എത്രയാണെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ട്ടോ. അപ്പോൾ ഞാനത് കൗണ്ട് ചെയ്ത് കാട്ടിത്തരാം. ഒരു ഭാഗത്തേക്ക് 8 പീസാണ് കേട്ടോ വരിക. അപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കും ഫ്രണ്ടിലേക്കും 8, 8 16ൻ്റെ ആണ് പാനൽ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 8 പീസ് ആ ഒരു ഭാഗത്തേക്ക് വരും. അപ്പോൾ 2 പീസും കൂടെ കൂടുമ്പോൾ നമുക്ക് 16 പീസ് ഉണ്ടാവും ട്ടോ. ഇനി ലെങ്ത് കണ്ടുപിടിക്കണം. ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടുത്തെ ബാൻഡിൻ്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കണം. പിന്നെ നമുക്ക് നമ്മൾ അടിയിൽ നമ്മൾ ആ ഒരു കര വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അളവും കൂടെ കുറച്ചിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. 2 ഭാഗത്തും അര ഇഞ്ച് അടിച്ചു പോവുമല്ലോ സീം. അപ്പോൾ അത്രയും കുറച്ചിട്ട് നമ്മൾ എടുത്തു കൊടുക്കുക. ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് 40 ഇഞ്ച് മൈനസ് 3 ഇഞ്ച് അത് നമ്മൾ അടിയിൽ വെച്ച് കൊടുക്കുന്ന ബോർഡറാണ്. പിന്നെ നമ്മൾ വേസ്റ്റ് പാൻറ്റിൻ്റെ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു അളവ് അത് ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ ഒരു അപ്പോൾ 5 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് 35 ഇഞ്ചാണ് കിട്ടിയത്. അതിൽ നിന്ന് പ്ലസ് 1 ഇഞ്ചും കൂടെ ഞാൻ സീമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സെൻറ്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു വേസ്റ്റിൻ്റെ ഒരു മെഷർമെൻ്റ് ഉണ്ട്. അത് കണ്ടുപിടിക്കാം. വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 16 ആ കിട്ടിയ ആൻസർ 2.18 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാനത് 2.2 ആക്കി എടുത്തു. എന്നിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് 1.1 പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ 2.2നെ 16 കൊണ്ട് ഗുണിച്ച് നോക്കണം. ഗുണിക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് അവിടെ വേസ്റ്റ് റൗണ്ട് കിട്ടണം. പിന്നെ അര ഇഞ്ച് ഞാൻ സീം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലാൻഡിങ് ലൈനായിട്ട് നമുക്ക് താഴേക്ക് വരച്ചു കൊടുക്കാം. 2 സൈഡും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ട്ടോ. കട്ട് ചെയ്യുമ്പോൾ സാവകാശം കട്ട് ചെയ്യുക. നല്ല കട്ടി ഉണ്ടാവുമല്ലോ തുണിക്ക്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പതുക്കെ പതുക്കെ കട്ട് ചെയ്തെടുക്കുക ട്ടോ. അതിനുശേഷം ലെങ്ത് കൂടെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നല്ല വശവും ഒരു പീസ് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നല്ല വശം അടുത്ത പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ആ ഒരു അറിയാലോ നമ്മുടെ ലെങ്ത് ആ ഒരു ഇത് കാണുമ്പോഴേ നമുക്കറിയാം. അപ്പോൾ മാറി പോവാതെ തന്നെ താഴ്വശത്തേക്കുള്ള ഭാഗത്ത് നിന്ന് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു വരിക. അല്ലെങ്കിൽ മേൽവശത്ത് നിന്ന് വെക്കുക, മുകളിൽ നിന്ന് അടിച്ചു വരിക. അങ്ങനെ എല്ലാ പീസും ഒരുപോലെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അതിന് വേണ്ടത്. മുകളിൽ നിന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മുകളിൽ നിന്ന് തന്നെ ചെയ്തോട്ടെ. ഈ താഴ്വശത്തു നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ താഴ്വശത്തു നിന്ന് തന്നെ എല്ലാ പാനലുകളും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം അത് കറക്റ്റ് വരും. ഇനി നമ്മുടെ സ്കേർട്ടിന്റെ താഴ്വശത്തേക്കുള്ള ആ ഒരു പട്ട വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ആ കര ഞാൻ വെച്ച് കൊടുക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സെയിം അത് തന്നെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ. അങ്ങനെ വെച്ചത് ഫുള്ള് റൗണ്ട് ചെയ്ത് എടുക്കുകയാണ്. പിന്നീട് നമുക്ക് ക്യാൻവാസ് പേപ്പർ വേണം ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ച് വീതിക്കുള്ള ബാൻഡാണ് കേട്ടോ ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 35 പ്ലസ് 2 ഇഞ്ച്, അതായത് 35 ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ്. അത് കൂടെ 2 ഇഞ്ച് ഞാൻ കൂടുതലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാൻവാസ് ക്ലോത്തിലേക്ക് ഒട്ടിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്തിന്റെ ചീത്തവശത്തേക്ക് ഈ ക്യാൻവാസ് പേപ്പറിന്റെ ഒരു വീനസുള്ള ഭാഗമുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ വെച്ച് ഒട്ടിച്ചെടുത്തു. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ആ ക്യാൻവാസിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് ഇസ്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് തേച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ആ മടക്ക് നമുക്ക് കറക്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ വേറൊരു കരവശം എടുത്തിട്ടുണ്ട്. അതിന്റെ നല്ല വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പീസിന്റെ നല്ല വശം വെച്ച് കൊടുക്കുക. നമ്മൾ ഒട്ടിച്ചത് ചീത്തവശത്ത് വെച്ചിട്ടാണല്ലോ. അപ്പൊ നല്ല വശവും കൂടെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ മറച്ചിടുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ക്ലോത്ത് വെക്കുക. ഒരു അര ഇഞ്ച് ഇപ്പുറത്തെ വശത്തേക്ക് വിടണം കേട്ടോ. മടക്കി ആ വശത്തേക്ക് ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ളതിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ കേട്ടോ. അത് നമ്മുടെ സ്കേർട്ടിലേക്ക് വെച്ചിട്ട് തയ്ക്കാനുള്ള ഭാഗമാണ് കേട്ടോ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അടിയിൽ കൊടുത്തിരിക്കുന്ന ആ പീസ് ഉണ്ടല്ലോ, അതിലൊരു അര ഇഞ്ച് വിട്ടിട്ട് വേണം ബാക്കി ക്ലോത്തിലേക്ക് അടിച്ചു പിടിപ്പിക്കാനായിട്ട് കേട്ടോ. അത്രേ ഉള്ളൂ പറഞ്ഞത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് മറച്ചിട്ട് കൊടുക്കണം. മറച്ചിട്ട് നല്ല വൃത്തിക്ക് മറച്ചിട്ട് കൊടുത്തിട്ട് ഇസ്തിരി ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പതിച്ച് അടിച്ച് മേലെ കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സ്കേർട്ടിന്റെ ഭാഗത്ത് ഞാൻ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സൈഡിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫൂട്ടർ ഒന്ന് മാറ്റുന്നുണ്ട്.
സിംഗിൾ ഫൂട്ടറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പാവാടയുടെ നല്ല വശം എടുത്ത് വെക്കുക, സിബിന്റെ നല്ല വശവും വെക്കുക, ഇങ്ങനെ അടിക്കുക. കണ്ടോ, സിബിന്റെ വശങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ വെച്ചിട്ട് മറച്ചു വെച്ച് അടിക്കുക. അതിനുശേഷം അപ്പുറത്തെ വശം എടുക്കുക, അപ്പുറത്തെ വശം എടുത്തിട്ട് ഈ സിബ് തിരിച്ചു വെച്ച് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാട്ടോ. കണ്ടോ, ഇങ്ങനെ തിരിച്ചു വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ കറക്റ്റ് വരും കേട്ടോ. സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കണ്ടോ, ഈ താഴ്വശത്തേക്ക് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് താഴ്ത്തുനിന്ന് തന്നെ അടിക്കാം കേട്ടോ. താഴ്ത്തുനിന്നാണ് നമ്മൾ എല്ലാ പാനലുകളും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ താഴ്ത്തുനിന്ന് തന്നെ അത് ജോയിൻ ചെയ്ത് എടുക്കാന്നുള്ളതാണ്. അല്ലെങ്കിൽ ചുളിവുകൾ വരും കേട്ടോ. അതുകൊണ്ടാണ് ഇത് മേലത്. ഇനി സ്കേർട്ടിന്റെ വശം, ചീത്ത വശം എടുക്കുക. അതിന്ന് ബാൻഡ് വെച്ച ഭാഗമല്ല, നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചില്ലേ ആ ഭാഗം അല്ലാണ്ട് വേറൊരു ഭാഗല്ലേ, ആ ഒരു ഭാഗത്തെ ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കാന്നുള്ളതാണ്. റൗണ്ട് ചെയ്ത് അടിക്കുക. ഇത് നമ്മൾ ക്ലോസ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഒരു എൻഡ് മാത്രമാണ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ആ ഭാഗത്തു നിന്നാണ് അടിച്ചു തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ അടിച്ചു തുടങ്ങുക. ഇതെങ്ങനെ കൊണ്ടുവന്ന് നിർത്താം. ബാക്കി കുറച്ച് പീസ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ലാസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് നല്ല വശത്തേക്ക് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ അടിച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതോട് കൂടിയിട്ട് നമ്മുടെ പാവാടയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാന്നുള്ള ഒരൊറ്റ പരിപാടി കൂടെ ഉള്ളൂ കേട്ടോ. അപ്പൊ ഹുക്ക് വെച്ചെടുക്കുക, ഇസ്തിരി ഇട്ടെടുക്കുക, അത്ര ഉള്ള പരിപാടി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതും പറയണം. ഇല്ലെങ്കിൽ ഞാനൊന്നും കൂടെ അത് മനസ്സിലാക്കി തരൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.